നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തിരുവോണം കഴിഞ്ഞ് അവിട്ടം നാളിലാണ് വിവാഹം നടന്നത് അല്ലേ? അതെ. പക്ഷേ അന്നീ കുട്ടിയുടെ ജാതകവുമായി ഒത്തുനോക്കി മുഹൂർത്തം കുറിച്ചത് മറ്റൊരു ജാതകമായിരുന്നല്ലോ. അതെ, മാഷിന്റെ മൂത്തമ്മൻ അരവിന്ദുവേട്ടാ പൊരുത്തം നോക്കിയതും മുഹൂർത്തം കുറിച്ചതും. പിന്നത് മനസ്സിലായി. എനിക്ക് ഓർമ്മയുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. മാത്രമല്ല, അരവിന്ദന്റെ ജാതകത്തിൽ ഈ വർഷം കല്യാണ യോഗം കാണുന്നുണ്ടായിരുന്നില്ല. ഈ ജാതകക്കാരന്, അതായത് ആകാശ് ബാലന്, അവിട്ട നാളിൽ കല്യാണം നടത്താനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു. ഇവര് വിവാഹം കഴിഞ്ഞെങ്കിലും ഒരുമിച്ചല്ല താമസിക്കുന്നത് അല്ലേ? ഒരുമിച്ചാണ് കരൂര്. അവരിപ്പോ വീട്ടിലുണ്ട്. മാഷെ, ഞാൻ അതല്ല പറഞ്ഞത്. ഒരു കൂരക്കീഴിലുണ്ടാവും, പക്ഷേ മനസ്സും ശരീരവും രണ്ടും രണ്ടിടത്തായിരിക്കും. കരൂര് പറഞ്ഞത് ശരിയാണ്. അവര് കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് വളർന്നവരാ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ആകാശും ചാരുമോളും അല്പം അകൽച്ചയിലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതാപ്പ കാരൂരിനെ കണ്ട് പരിഹാരം തേടാൻ വന്നത്. ഈ ആകാശ് ബാലിനിപ്പോ കല്യാണയോഗം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ, ഒരു പരിഹാരമുണ്ട്. എന്താ കാരൂര്? ഒരു ഹോമം നടത്തണം, പശ്ചാത്താപ ഹോമം. അത് കഴിഞ്ഞ് ആകാശ് ഈ കുട്ടിയുടെ കഴുത്തിൽ വീണ്ടും താലിയാക്കണം. തീയതി മുഹൂർത്തവും ഞാൻ കുറിച്ചു തരാം. ഇവരുടെ ജാതകത്തിൽ ചേർച്ചക്കുറവൊന്നുമില്ല. എങ്കിൽ അങ്ങനെയാവട്ടെ കാരൂരെ. രണ്ടാമതും താലി അർത്തിക്കഴിഞ്ഞ് പിറ്റേന്നാൾ മുതൽ അവർ ഒരേ മനസ്സാന്തരിക്കരുത്. കുറച്ച് സമയമെടുക്കും, പക്ഷെ ശരിയാവും. പിന്നെ ഈ ജാതകക്കാരി ചാരുലത, ഈ കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെയോ ക്ലേശങ്ങളുണ്ട്. പക്ഷെ അതിന് പരിഹാരം ഞാൻ കുറിച്ചു തരാം. ശരി കാരൂര്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ കാരൂര്. ശരി, അങ്ങനെ ആവട്ടെ. എല്ലാം ശരിയായി വരും, ആശങ്ക വേണ്ട. സന്തോഷം കാരൂര്. അപ്പച്ചി എവിടെ ഇരിക്കുവായിരുന്ന? ഓ, ചങ്ങമ്പുഴയുടെ പുസ്തകമാണല്ലോ. നീ കാര്യം പറ. അല്ല അപ്പച്ചി, ഞാനൊരു രാഷ്ട്രീയക്കാരനാണല്ലോ. ആണോ? കതറിട്ട് നടക്കുന്നത്. ഓ, പോക്കറ്റിൽ ഗാന്ധിത്തലയുള്ള 500 നോട്ട് വെച്ചില്ലെങ്കിൽ നാണക്കേടല്ലേ? ആണോ? അതെ അപ്പച്ചി. ആ, അപ്പച്ചി ഒരു ഗാന്ധിത്തല തന്ന അതും പോക്കറ്റിൽ വെച്ച് ഞാൻ ഈ പഞ്ചായത്ത് മുഴുവൻ ചുറ്റിട്ട് വരാം. എന്റെ കയ്യിലില്ല. അതെ, ഗാന്ധിത്തലയുള്ള 500 വേണ്ട, ഒരു 200 മതി. എന്റെ കയ്യിൽ അതും ഇല്ല. അവ 100ന്റെ നോട്ടിലും ഗാന്ധിത്തല ഉണ്ട്, അതായാലും മതി. എന്റെ കയ്യിൽ ഒരു തലയും ഇല്ല. പോടാ അവിടുന്ന്. ചുമ്മാ ഒരുത്തൻ രാവിലെ ഗാന്ധിത്തലയും കൊണ്ട് വന്നിരിക്കുന്നു. അനുമോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ശരി അച്ഛാ. എന്തോ കടലാസ് കയ്യിലിരിപ്പുണ്ടല്ലോ, എന്താ അത്? അതെനിക്ക് എങ്ങനെ അറിയാനാ പറ്റി? എടുത്തു നോക്കാൻ ചെന്നാ
അമ്മാവൻ എന്നെ പഞ്ഞിക്കിടും. അച്ഛാ വെള്ളം. അപ്പച്ചി പഞ്ഞി കിട്ടാലും കുഴപ്പമില്ല, ഞാനൊന്ന് എത്തി നോക്കിയിട്ട് വരാം. എന്താ? ഒന്നുമില്ല അമ്മാവ, അമ്മാവനെന്തോ സീരിയസ് ആയിട്ട് നോക്കുന്ന കണ്ടു വന്ന. അതോ ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോകുന്നു. വിശേഷോ? എന്ത് വിശേഷം? എന്ത് വിശേഷം അച്ഛാ ഉള്ളത്? ആകാശിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു, ഇനി അടുത്തൊന്നും ആദ്യം ബർത്ത്ഡേ ഇല്ലല്ലോ. ബർത്ത്ഡേ ഒന്നും അല്ല. ഈ വിശേഷം വിശേഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താ വിശേഷം എന്നൊന്ന് പറയേ. അതൊരു പൂജയും ഹോമമൊക്കെയാ. ആ പൂജയിൽ വെച്ച് ആകാശ് ചാരുവിന്റെ കഴുത്തിൽ രണ്ടാമത് താലി കെട്ടു. ഒരു പ്രാവശ്യം താലി കെട്ടിയത് പോരാഞ്ഞിട്ട് ഇനി ഒരു താലി കെട്ട് കൂടി എന്തിനാ? ഒന്ന് കെട്ടിയതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. ചാരുവിന്റെയും ആകാശിന്റെയും കല്യാണം നടന്നത് അവിചാരിതമായിട്ടല്ലേ? കല്യാണത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചപ്പോ കാരൂരിനെ കണ്ടെന്ന് നോക്കിച്ചു. അരവിന്ദുമായിട്ടുള്ള ചാരുവിന്റെ കല്യാണത്തിനാണ് അന്ന് തീയതി മുഹൂർത്തൊക്കെ നോക്കിയിരുന്നത്. പക്ഷെ ആകാശിന്റെയും ചാരുമോളുടെയും ജാതകം ഒത്തു നോക്കിയപ്പോ ആ ദിവസം ഇവർ ചേരേണ്ടതായിരുന്നില്ല. അതുകൊണ്ടൊരു പശ്ചാത്താപ ഹോമം നടത്തി കാരൂര് കുറിച്ച് തന്ന തീയതിയിലും മുഹൂർത്തത്തിലും ആകാശ് വീണ്ടും ചാരുവിന്റെ കഴുത്തിൽ താലി ചാർത്തണം. അത് നന്നായി അച്ഛാ. എന്തൊക്കെയോ തടസ്സങ്ങൾ ആകാശിന്റെയും ചാരുവിന്റെയും ജീവിതത്തിലുണ്ട്. ഇതോടെ അതങ്ങ് മാറിയ നല്ലതല്ലേ? കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ മാഷു പറയുന്നത്. കേട്ടുകേൾവില്ലാത്ത കാര്യം ചെയ്തിട്ടാണല്ലോ നിന്റെ മോൻ പോയത്. അപ്പൊ ഇങ്ങനെയും പരിഹാരങ്ങൾ കണ്ടെത്തണം. കാരൂര് കുറിച്ച് തന്ന ഡേറ്റിൽ തന്നെ ഇത് നടക്കണം. ഓ ബാലമ്മ എന്തിനാ ഇതൊക്കെ? മോളുടെയും ആകാശിന്റെയും നല്ലതിനു വേണ്ടിയാ. ഇതൊക്കെ കുറച്ചു നാളുകൂടി കഴിഞ്ഞിട്ട് പോരെ? പോരാ, എത്രയും പെട്ടെന്ന് വേണമെന്നാ കാരൂര് പറഞ്ഞത്. നാട്ടുകാരെന്ന് വിളിക്കാൻ നിൽക്കണ്ട, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രം മതി. ഞാനതങ്ങ് തീരുമാനിച്ചു പോണേ. അത് വേണ്ട ബാലമ്മ. എന്താ മോളെ? അവള് പറയുന്നത് കേൾക്കാൻ വയ്യേ, പിന്നെ എന്തിനാ അവളോട് യാചിക്കുന്നേ? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. മോളെ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ബാലമ്മ, ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത്. എന്താ മോളെ? നീ എന്നെ വിഷമിപ്പിക്കുന്നതൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. മോള് പറ. ഇവിടെ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങള് ബാലമാമ മാത്രം എന്തിനാ തീരുമാനിക്കുന്നേ?